നമ്മുടെ ഭാരത സംസ്കൃതിയിലെ അടിത്തറ പാകിയ ആചാര്യനാണ് ഭാരതത്തിലെ സാംഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ ആചാര്യനായ കപില വാസുദേവൻ. നമ്മുടെ ഹിന്ദു സമൂഹത്തിന് അത്ര ഈ പേര് പരിചയമില്ല. നമുക്ക് വാസുദേവനെ പരിചയമുള്ളൂ. കപില വാസുദേവൻ എന്ന പേര് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ കപില വാസുദേവനാണ് സാംഖ്യശാസ്ത്രം നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ സാംഖ്യശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ, സാംഖ്യശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും എന്തായിരിക്കണം, എന്തിനാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഈ വ്യക്തത നമുക്കുണ്ടായിരിക്കണം. അപ്പം നമ്മൾ ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ഈ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ജീവിതം എന്നാൽ ബോധമനസ്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ബോധമനസ്സിൻ്റെ ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ഇപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ സമയത്തിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട്, നമുക്ക് വീണ്ടും പ്രോഗ്രാമുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാം ഒന്ന് കംപ്രസ് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ 3-ാം സ്കന്ധത്തിൽ 25-ാമത് അധ്യായത്തിൽ കപിലൻ തുടങ്ങുന്നത് തന്നെ അമ്മ ചോദിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അറിയണം. അമ്മ ദേവഹൂതിയും കപിലനും തമ്മിൽ നടത്തുന്ന സംവാദമാണ് കപില ദേവഹൂതി സംവാദം, അഥവാ ഇതിന് വിളിക്കുന്നത് മറ്റൊരു പേര്, ഇതിന് പറയുന്നത് കാപിലിയോപാഖ്യാനം എന്ന് പറയും. അപ്പം ഇവിടെ അമ്മ കപിലനോട് ചോദിക്കുന്നത്, എല്ലാവരുടെയും ജീവിതം നോക്കൂ നിങ്ങൾ, പൂർവികന്മാരെങ്ങനെ കണ്ടിരുന്നു എന്ന്. അതായത് അച്ഛൻ തപസ്സിന് വേണ്ടി വിട്ടുപോയി, അമ്മയും മകനും മാത്രമാണ് വീട്ടിൽ. ഇനിയിപ്പം മകനും തന്നെ വിട്ടുപോയാൽ ജീവിതത്തിൽ ഒറ്റപ്പെടും. അപ്പം ആ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജീവിതത്തിൽ തളരാതെ, ഒരിക്കലും മാനസികമായി അസ്വസ്ഥമാവാതെ, ആ ഒരു സിറ്റുവേഷനെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയാം അഡ്വേഴ്സിറ്റി എന്ന് പറയും, അതായത് പ്രതികൂലമായ ആരുമില്ല നോക്കാൻ, ആരോഗ്യവും പ്രശ്നം, അപ്പം അങ്ങനെയുള്ളൊരു മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു അസ്വസ്ഥതയുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് ഒരു അസ്വസ്ഥതയാക്കാതെ ആസ്വദിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ സാധിക്കും? അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രതികൂലമായ ഒരു അവസ്ഥയെ നമുക്ക് അനുകൂലമാക്കി എങ്ങനെ എടുക്കാൻ പറ്റുന്നു? നല്ല ചോദ്യമല്ലേ? ആണോ? നല്ലൊരു ചിന്തയല്ലേ? അപ്പൊ ഇതിന് കപിലൻ കൊടുക്കുന്ന മറുപടിയാണ് പിൽക്കാലത്ത് കാപിലിയോപാഖ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ അവിടെ ആദ്യത്തെ ശ്ലോകം തന്നെ നോക്കൂ. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്ത ഉപരതിര്യത്ര ദുഃഖസ്യച സുഖസ്യച. അപ്പം അമ്മയോട് പറയാണ്, ദുഃഖത്തിൽ നിന്ന് ഉപരതി, മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നു. അതായത് എന്താ പറഞ്ഞാൽ, ഏത് അസ്വസ്ഥതകളെയും നമുക്ക്, പിരിമുറുക്കങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും എന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഇത് സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇത് സത്യത്തിൽ നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സ്, ശ്രദ്ധിക്കണം, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ബോധമനസ്സാണ്. ബോധം എന്ന് പറയുന്ന ശക്തി, അതിനെക്കുറിച്ച് നമ്മൾ അത്ര പഠിച്ചിട്ടില്ല. ബോധം എന്ന ശക്തി നമുക്ക് സ്വാതന്ത്ര്യവും നമുക്ക് ശക്തിയും തരുന്നതാണ്. അപ്പം നമ്മളിലുള്ള സ്വാതന്ത്ര്യവും നമ്മളിലുള്ള ശക്തിയും നമ്മളിലുള്ള കഴിവും, ഇതിനെ നമ്മൾ ശരിയായി ഡെവലപ്പ് ചെയ്തെടുത്താൽ ദുഃഖത്തെയും ദുരിതത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് കപിലൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാവേണ്ടത്, ശ്രദ്ധിക്കുക, മനസ്സിനെ പോലും പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ശക്തി ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം മനസ്സിൻ്റെ ഒരു ഇമോഷണൽ തലത്തിൽ കുരുങ്ങി കിടക്കാതെ അതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. അതാണ് നമ്മളിലെ സ്പിരിച്വൽ അഥവാ ആത്മീയമായൊരു ഭാഗം. അത് ഭക്തി കൊണ്ട് നമ്മൾ ഉണർത്തിയെടുത്താലേ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. എന്നിട്ട് കപിലൻ പറയുന്നു അടുത്ത വരിയിൽ, ഛേദഖലസ്യ ബന്ധായ
മുക്തയേച്ച ആത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയെ. ഇതൊക്കെ മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അതായത് ചേതസ് തന്നെയാണ്, മനസ്സ് തന്നെയാണ് ബന്ധായ, നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഈ മനസ്സെന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒരു വശത്ത് മനസ്സിൽ നമുക്ക് ഈഗോ, ഞാനെന്ന ഭാവമുണ്ട്. വേറൊരു വശത്ത് മനസ്സിൽ ഇമോഷൻസ് ഉണ്ട്. വേറൊരു വശത്ത് മനസ്സിന് ബുദ്ധിയുണ്ട്. ഇതാണ് അപ്പം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അവസ്ഥ. എന്നാൽ നമ്മൾ കാണാത്തതായ മറ്റൊന്നാണ് മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും മനസ്സിന് ഫ്രീഡം തരുന്ന, മനസ്സിന് ശക്തി തരുന്ന, മനസ്സിനൊരു കഴിവ് തരുന്ന ഒരു ഇൻ്റലിജൻസ് നമുക്കുണ്ട്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തും തീരുമാനിക്കാനും ഡിസിഷൻ എടുക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു വിവേക ബുദ്ധിയുടെ പേരാണ്, തിരിച്ചറിവിൻ്റെ പേരാണ്, ഉൾക്കരുത്തിൻ്റെ പേരാണ് ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻ്റലിജൻസിനെ കുറിച്ചല്ല നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻ്റലക്റ്റിനെ കുറിച്ചാണ്, ബുദ്ധിയെക്കുറിച്ചാണ്. വിവേകവും ബുദ്ധിയും രണ്ടാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാര്യം പഠിച്ചെടുക്കാനുള്ള കഴിവാണെങ്കിൽ, വിവേകം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ എന്താണോ സംഭവിക്കുന്നത് അതിനെ നമ്മൾ മനസ്സിലാക്കി മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുന്ന കഴിവിൻ്റെ പേരാണ് വിവേകം എന്നുള്ളത്. ശ്രദ്ധിക്കുക നിങ്ങൾ. പൊതുവെ നമ്മുടെയൊക്കെ മനസ്സും ബുദ്ധിയും പുറത്തേക്കാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് വരുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് തരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന്, മനസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ബുദ്ധി നമ്മളിലുണ്ടോ? ആ ബുദ്ധിയുടെ പേരാണ് വിവേക ബുദ്ധി എന്ന്. മറ്റു കാര്യങ്ങൾ അറിയാനുള്ള കഴിവിനെ കേവലം ബുദ്ധി എന്നും, ഉള്ളിലുള്ളതിനെ അറിയാനുള്ള ബുദ്ധിയുടെ പേരാണ് വിവേക ബുദ്ധി എന്നും നമ്മൾ അറിയണം. അപ്പോൾ ഉള്ളിലുള്ള വിവേക ബുദ്ധിയെ ഉണർത്താൻ, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് സാധിച്ചാൽ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. അതിനാണ് ഡെയിലി കുറച്ചു നേരം ധ്യാനവും അതുപോലെ തന്നെ ജപവും പരിശീലിക്കേണ്ടത്. വാസ്തവത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മളാരും അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെന്ത് തരുന്നു, മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നു, മറ്റുള്ളവരെങ്ങനെയാണ്, അത് തന്നെ കണ്ട് 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 അതിനോട് നമ്മൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കണം. കഠോപനിഷത്തിൽ പറയും, പരാഞ്ചികാനി വിദനസ്വയംഭൂ പരാങ് പശ്യതിനാന്തരാത്മൻ ക്വചിദ്ധീര പ്രത്യേകാത്മാനമൈക്ഷൽ ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. മനസ്സിലാക്കണം, എന്താ പറയുന്നത്? എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തായതുകൊണ്ട് മറ്റുള്ളവരെന്ത് ചെയ്യുന്നോ, മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നോ, മറ്റുള്ളവരെന്നോട് എങ്ങനെ പെരുമാറുന്നു, ഇതാണ് ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. എന്നാൽ തൻ്റെ മനസ്സെന്ത് ചിന്തിക്കുന്നു, താൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവര് വളരെ കുറവാണ്. കുജിധീര, കുറച്ച് ധീരന്മാരായിട്ടുള്ള ആളുകൾ അവരവരുടെ ഇന്റേണൽ സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഇന്റേണൽ സിസ്റ്റത്തെ അവർ മാറ്റുന്നു. മറ്റവർ പുറത്തുള്ളതിനെ റിയാക്ട് ചെയ്ത് അവരങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം. ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. ഒന്ന് പറയൂ. ഉള്ളിലേക്ക് കണ്ണു തുറന്നാലേ, അതിനെ പറയാം മലയാളത്തിൽ അകക്കണ്ണു തുറന്നാലേ ആന്തരിക പരിവർത്തനം വരുത്താൻ പറ്റുള്ളൂ. ഏത് കണ്ണ് തുറക്കണം? ഈ ഉള്ളിലുള്ള കണ്ണ്. അതായത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, ഇന്നിപ്പോൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ വളരെ മനുഷ്യന്റെ ശരീരത്തിൽ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യമാണ് സ്കാനിങ്ങിൽ കാണുന്നത്, ഇല്ലേ? ഇതുപോലെ നമുക്കൊരു സ്കാനിങ് ഉള്ളിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ബുദ്ധി തന്നിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ആണോ? പുറമേ ഉള്ളത് കാണുക മാത്രമല്ല, അകത്തുള്ളത് കാണാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സാധിക്കുന്നുണ്ടോ? നമുക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇത് പറ്റുന്ന ആളുകൾക്ക് അവരുടെ അകത്തെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ സാധിക്കുന്നു. അകത്ത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതം കുറെ കൂടി ഈസിയാണ്.
അപ്പൊ ഇവിടെ നമ്മൾ റിയലൈസ് ചെയ്യണം, നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നത് പുറത്തല്ല, മാറ്റം വരുത്താൻ സാധിക്കുന്നത് നമ്മുടെ അകത്താണ്.